വെൽക്കം ബാക്ക് ടു ബാദൂസ് മീഡിയ. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്കാർക്കും പറ്റരുത് എന്ന് വിചാരിച്ച് നിങ്ങളെയും കൂടി അറിയിക്കാനായിട്ടാണ് കേട്ടോ. അപ്പം എൻ്റെ വീട്ടിലെ ഇൻവേർട്ടറിലെ ബാറ്ററി പെട്ടിയിലെ വെള്ളം കഴിഞ്ഞിരുന്നു. അതൊന്നും നോക്കാൻ എനിക്കറിയില്ല. എന്നോട് പറഞ്ഞിരുന്നു നോക്കണം, ചുവപ്പ് അടയാളങ്ങളുണ്ട്, ആ നോബ് താഴേക്ക് വരുമ്പോഴേക്കും വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു തന്നിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും എനിക്ക് അത്ര കണ്ട് മനസ്സിലായില്ലായിരുന്നു. പിന്നെ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഈ കോലത്തിലായിട്ടുണ്ട് കേട്ടോ, എല്ലാം താഴ്ന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വേഗം അതിൻ്റെ എല്ലാ അടപ്പും ഊരിയിട്ട് ഓരോന്നിലായിട്ട് ബാറ്ററി വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. പക്ഷേ ശരിക്കും അവിടേക്ക് വെളിച്ചമില്ല. ഒരു ടോർച്ചോ ബൾബെന്തോ കത്തിച്ച് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അവിടെ നമ്മൾ വെളിച്ചമൊന്നും വെച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ 1, 2, 3 4-മത്തേലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ആ ഒരു സൂചി കുറച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഒഴിച്ചു കൊടുക്കുന്ന 5-മത്താണ്. 5-മത്തും 6-മത്തുമാണ് ഇനി ഒഴിച്ചു കൊടുക്കാനുള്ളത്. അതിലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്കറിയില്ല ഇത് നിറഞ്ഞു വരും അല്ലെങ്കിൽ നിറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാനങ്ങനെ ഒഴിച്ചു. എൻ്റെ ഒരു സമയമായപ്പോൾ ഞാൻ നിർത്തി. അങ്ങനെ ഞാൻ അതിന് അടപ്പിട്ടു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മറ്റേതിലേക്കും വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു അടുപ്പിൻ്റെ ആ ഒരു വെള്ള ഭാഗം ഉണ്ടല്ലോ, ആ ചില്ലിലുള്ള ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അതവിടെ അപ്പോഴേക്കും താഴെ വീണു. എന്നാലും ഞാൻ അടുത്തതിലും ഒഴിക്കുക തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഭയങ്കര വെയിറ്റാണ്. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് നീക്കാനോ ഇങ്ങോട്ട് എടുത്ത് വെക്കാനോ ഒന്നും കഴിയില്ല. എന്നാലും എനിക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങനത്തെ കാര്യത്തുമല്ലേ. കറണ്ട് ഇങ്ങനത്തെ ഈ സാധനങ്ങളൊക്കെ തൊടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. പക്ഷേ എങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കാതെ നിവൃത്തിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെയാണ് ഇനിയിപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കാതെയും ഒക്കെ ഒഴിച്ചത് കൊണ്ട് ഞാൻ അവിടെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നല്ല നനവുണ്ട് കേട്ടോ. അപ്പോൾ ആ ലാസ്റ്റ് ഒഴിച്ച, അതായത് 5-മത്തെയും 6-മത്തെയും അതിലൊഴിച്ചത് വെള്ളം കൂടുതലാണ്. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ ആ വാസറുണ്ടല്ലോ അത് പൊട്ടിയിട്ടുമുണ്ട്. വാസർ പൊട്ടിയത് കാരണം അത് മുറുകുന്നുമില്ല. അത് കണ്ടില്ലേ, ഇതുപോലെ പൊട്ടിയിട്ടുണ്ട്. പിന്നെ വാസർ പൊട്ടിയത് കാരണം അത് മുറുകാത്തത് കൊണ്ടാണോ, ഞാൻ ഒഴിച്ചത് കൂടുതലായിട്ടാണോ, ബാറ്ററി വെള്ളം നന്നായിട്ട് പുറത്തേക്ക് ഒലിച്ചു. ബാറ്ററി നിൽക്കുന്ന ഒരു ട്രൈ ഉണ്ടല്ലോ, ആ ട്രൈ നിറയെ വെള്ളമായി. ആകെ പേടിച്ചു. എനിക്ക് ഭയങ്കര ടെൻഷനായി. അങ്ങനെ ഞാൻ എല്ലായിടത്തും വിളിച്ച് ചോദിച്ചപ്പോൾ ഓല് പറഞ്ഞ് അത് ഒഴിച്ചത് കുറച്ച് കൂടുതലായിട്ടായിരിക്കും, അത് സാരമില്ല, അത് പിന്നെ അതിന് മുക്കിയെടുത്താൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പിറ്റേന്ന് ഞാൻ ഇവിടെ എൻ്റെ ഇളച്ചൻ വന്നിരുന്നു, അതായത് അനിയത്തിൻ്റെ ഭർത്താവ്. അവൻ വന്നപ്പോൾ ഞാൻ സിറിഞ്ച് കൊടുത്തു. ഇവിടെ ആടുകൾക്കൊക്കെ മരുന്ന് കൊടുക്കുന്ന സിറിഞ്ചുണ്ട്. ആ സിറിഞ്ച് കൊടുത്തിട്ട് ആ സിറിഞ്ചിട്ട് വലിച്ചിട്ട് അതെല്ലാത്തിലും അവനെ പാകാക്കിയിട്ട് പിന്നെ നന്നായി മൂടി വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇന്നെപ്പോലെ അറിയാത്തവരുണ്ടാവും. അറിയുന്നവർക്ക് പ്രശ്നമേ അല്ല. എന്നെപ്പോലെ അറിയാത്ത ഏത് വീട്ടമ്മമാരും ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. കാരണം എല്ലാത്തിനും ഒരളവുണ്ട്. ഞാൻ വിചാരിച്ച് നിറയൂലേക്കാരം, അങ്ങനെ നിറയൊന്നുമില്ല, കുറച്ചും കൂടിയൊക്കെ പാർന്നു കൊടുക്കാം, അതായത് ഒഴിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അങ്ങനെ ഒഴിച്ചു കൊടുത്തതാണ് ഇപ്പോൾ കുടുങ്ങിയത്. കാരണം അതിനൊരു കണക്കുണ്ട്. ആ കണക്ക് വരെ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ.